നമസ്കാരം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 16ാം നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അംഗങ്ങളുടെ പേരിന്റെ അക്ഷരമാലാ ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. പ്രോടൈം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയായിരുന്നു ജി സുധാകരൻ സഭയെ അഭിസംബോധന ചെയ്തത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് കളമശ്ശേരി എംഎൽഎയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായ വി അബ്ദുൽ ഗഫൂർ ആയിരുന്നു. രണ്ടാമതായി പാറക്കൽ അബ്ദുള്ളയും മൂന്നാമതായി KM അഭിജിത്തുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മൂവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കെ ആബിദ് ഹുസൈൻ തങ്ങൾ, അബിൻ വർക്കി എന്നിവരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പുനലൂർ MLA C അജയ് പ്രസാദ്, OS അംബിക, GR അനിൽ എന്നിവർ സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്തു. OS അംബികയാണ് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വനിത. സത്യവാചകത്തിന് അവസാനം ആലുവക്കാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നെന്ന് അൻവർ സാദത്ത് പറഞ്ഞു. MS അരുൺകുമാറും സഗൗരവും പ്രതിജ്ഞ ചെയ്തപ്പോൾ കന്നഡ ഭാഷയിലാണ് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സത്യപ്രതിജ്ഞ ചെയ്തത്. UDF നിരയിൽ നിന്നും VT ബൽറാമും CP ജോണും സഗൗരവും സത്യവാചകം ചൊല്ലി. UDF സ്വതന്ത്രനായി വിജയിച്ച TK ഗോവിന്ദന്റെയും സത്യപ്രതിജ്ഞ ശ്രദ്ധേയമായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ കസേരയുടെ അടുത്തെത്തി ഹസ്തദാനം ചെയ്ത ശേഷമാണ് TK ഗോവിന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തത്. പയ്യന്നൂരിൽ നിന്നും വിജയിച്ച കുഞ്ഞികൃഷ്ണനും സഗൗരവും പ്രതിജ്ഞ ചൊല്ലി. BJP MLA ആയ BB ഗോപകുമാറും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങ് സഭയിൽ എന്തായാലും പുരോഗമിക്കുന്നു. രാവിലെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് BJP MLAമാർ നിയമസഭയിലെത്തിയത്. ബുധനാഴ്ച ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് മുൻപാകെയാണ് സുധാകരൻ സത്യവാചകം ചൊല്ലിയത്. അമ്പലപ്പുഴ മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. 22-ാം തീയതിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും അന്ന് തന്നെ നടക്കും. BJPയുടെ ഭാഗത്തുനിന്നും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ചാത്തന്നൂർ MLA BB ഗോപകുമാറാണ്. പുതുപ്പള്ളി MLA ചാണ്ടിയുവിന് എത്തിയത് പിതാവ് ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ചാണ്. മാത്രമല്ല അദ്ദേഹം സൈക്കിൾ ചവിട്ടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും കോഴിക്കോട് സൗത്ത് MLA ഫൈസൽ ബാബു, പാല MLA വാണിസി കാപ്പനും ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം KN ബാലഗോപാൽ ഉൾപ്പെടെ ഇടത് MLAമാർ സ്പീക്കറുടെ ഡൈസിലെത്തി പ്രോടൈം സ്പീക്കർ ജി സുധാകരനെ അഭിവാദ്യം ചെയ്താണ് സീറ്റിലേക്ക് മടങ്ങിയത്. ഇന്ന് ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് മാത്രമാണുള്ളത്. നാളെ രാവിലെ 9-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പും 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും നടക്കും. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിൽ ചർച്ച നടക്കും. എന്തായാലും കേരള സമൂഹം ഒന്നടങ്കെ കാത്തിരുന്ന ദിനമാണിന്ന്. നമ്മുടെ നിയമസഭ ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭരണചക്രം തിരിയാൻ ആരംഭിക്കുന്നു. നിയുക്ത MLAമാരൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലാണ് നടക്കുന്നത്. പൂർണ്ണമായും അർത്ഥത്തിൽ 2 ടൈമിലായി ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനെ അട്ടിമറി വിജയത്തിലൂടെ 102 സീറ്റെന്ന മാന്ത്രിക സംഖ്യയിലൂടെ മറികടന്നാണ് UDF അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. UDFന്റെ MLAമാരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇടത് MLAമാർ സഗൗരവും ചേർത്താണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം CP ജോണും VT ബൽറാമും സഗൗരവും പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.